algorithm to find a minimal spanning tree for the following graph. തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ മിനിമം വെയ്റ്റഡ് സ്പാനിങ് ട്രീ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് യൂസിങ് Prim's algorithm. So in order to use Prim's algorithm, the first step what we are doing is we will be creating a table or a matrix where we represent along the rows as vertices A, B, C, D, E, F, G, H, and also along the column also will represent A, B, C, D, E, F, G, H, either as a matrix or as a table. Okay, now how the entries of this matrix comes is every entry is like in every entry we will put the weight of the edge. ഇപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ വെയിറ്റ് ആണ് ഇവിടെയുള്ള എയിൽ നിന്നും ബിയിലേക്കുള്ള ഈ എൻട്രി ആയിട്ട് ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എ ടു എ, ബി ടു ബി നമുക്കറിയാം. സിൻസ് സ്പാനിങ് ട്രീ ഡസ് നോട്ട് ഇൻവോൾവ് എനി ലൂപ്സ്, നമുക്ക് എല്ലാ ഡയഗണൽ എലമെൻസും ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് വി വിൽ പുട്ട് എ ഹൈഫൻ ഓവർ ദിയർ. ഡയഗണൽ എയിൽ നിന്നും എയിലേക്ക് എഡ്ജ് ഇല്ലല്ലോ, കാരണം നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നമുക്ക് എയിൽ നിന്നും ബിയിലേക്ക് ഉള്ള എഡ്ജിൻ്റെ വെയിറ്റ് ഇവിടെ 4 ആണ്. എയിൽ നിന്നും സിയിലേക്ക് നോ എഡ്ജ്. ഇഫ് ദർ ഈസ് നോ എഡ്ജ് ഫ്രം എ വെർട്ടെക്സ് ടു അനദർ വെർട്ടെക്സ് ദ കറസ്പോണ്ടിങ് എൻട്രി ഈസ് പുട്ട് ആസ് ഇൻഫിനിറ്റി എന്നാണ് കൊടുക്കേണ്ടത്. നൗ എ ടു ഡി വി ഹാവ് എൻ എഡ്ജ് വിത്ത് വെയിറ്റ് 4. Then A to E no edge, so infinity. A to F no edge. A to G an edge which is of weight 2. A to H no edge, so it's infinity. ഇനി നമുക്ക് ബിയിൽ നിന്നുള്ള നോക്കാം. ബിയിൽ നിന്നും എയിലേക്ക്, എയിൽ നിന്നും ബിയിലേക്കുള്ള എഡ്ജ് തന്നെയാണ് ബിയിൽ നിന്നും എയിലേക്ക്. സോ ഇറ്റ് ഈസ് 4. ദെൻ ബി ടു സി 5. Sorry, B to B ആണ്. B to B is the loop, so we don't have loop. B to C we have 5. B to D no edge. B to E no edge. B to F no edge. Then B to G we have an edge with of weight 1. Then this is infinity. ഓക്കെ, ഇപ്പോൾ ഞാൻ ടേബിൾ ഫില്ല് ചെയ്തു സച്ച് ദാറ്റ് എവറി എൻട്രി gives the corresponding weight of the edge between the vertices. There is no edge, the corresponding entry is infinity, and for all loops we will just give a hyphen. ഓക്കെ, ഇത്രയും ഫോം ചെയ്തതിന് ശേഷം നമുക്കിനി സ്പാനിങ് ട്രീ ഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി ഒരു ഗ്രാഫിലെ വെർട്ടീസസ് എല്ലാം മാർക്ക് ചെയ്ത് വയ്ക്കാം. ഏതൊക്കെയാണ് വെർട്ടെക്സ്? എ, ദെൻ ബി സി, എ ബി സി, ദെൻ ഡി E, F, then G and H. ഇനി ഈ വെർട്ടീസസിനെ എല്ലാം കണക്ട് ചെയ്യുന്ന മിനിമം വെയിറ്റുള്ള സ്പാനിങ് ട്രീ. വി നീഡ് എ മിനിമൽ സ്പാനിങ് ട്രീ വിച്ച് കണക്ട്സ് all these vertices. അതിനുവേണ്ടി വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് വെർട്ടെക്സ് എയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൻ വി സ്റ്റാർട്ട് ഫ്രം എ വി വിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദ റോ കറസ്പോണ്ടിങ് ടു എ. എയുടെ റോയിൽ minimum value, we will find out the minimum weight in the row of A, which is 2. Okay, 2 ആണ് minimum weight, and that weight is corresponding to the vertex G. vertex G യിലേക്കാണ്. എയിൽ നിന്നും ജിയിലേക്കുള്ള എഡ്ജിൻ്റെ വെയിറ്റ് ആണ് 2. so we will choose the edge from A to G with the weight 2. as we have chosen A to G, നമുക്ക് G to Aയും നമുക്കിവിടെ തന്നെ സർക്കിൾ ചെയ്ത് വയ്ക്കാം. കാരണം എ ടു ജി തന്നെയാണ് ജി ടു എ. വി ആർ നോട്ട് അഗെയിൻ സെലക്ടിങ് ജി ടു എ ബിക്കോസ് ഇറ്റ് ഈസ് ദ സെയിം എഡ്ജ്. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ സർക്കിൾ ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. എ ടു ജിനെ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ജി ടു എയും കൂടെ അവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുക ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ ഓൾറെഡി സെലക്റ്റഡ്. ഇപ്പോൾ നമുക്ക് ന്യൂ 2 വെർട്ടീസസ് ആയിട്ടുണ്ട്, എയും ജിയും. ദേ ആർ കണക്റ്റഡ്. ഇനി എയുടെയും ജിയുടെയും റോസ് കൺസിഡർ ചെയ്യുക. ഈ 2 റോസിലും മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കാം. ഇൻ ബോത്ത് റോസ് ഫൈൻഡ് ഔട്ട് ദ മിനിമം വാല്യൂ സൈമിൾട്ടേനിയസ്ലി. ഏതിലെയാണോ മിനിമം എന്ന് നോക്കുക. സോ എയുടെ റോയിൽ മിനിമം വാല്യൂ 4 ആണ്, ബട്ട് ജിയുടെ റോയിൽ മിനിമം വാല്യൂ 1 ആണ്. സോ മിനിമം വാല്യൂ വിൽ ടേക്ക് ആസ് 1. ദ ഹോൾ മിനിമം വാല്യൂ ഈസ് 1, ആൻഡ് ദാറ്റ് 1 ഈസ് ടു ദ വെർട്ടെക്സ് ബി. ജിയിൽ നിന്നും ബിയിലേക്കുള്ള എഡ്ജാണ്. ഇറ്റ് ഇസ് ദ എഡ്ജ് ഫ്രം ജി ടു ബി. സോ വി വിൽ ഡ്രോ ആൻ എഡ്ജ് ഫ്രം ജി ടു ബി ഓഫ് വെയിറ്റ് 1. ജി ടു ബിയിലേക്ക് എഡ്ജ് വരച്ചതുകൊണ്ട് ബി ടു ജിയിലേക്കുള്ളതും ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുണ്ട്. നൗ വി ഹാവ് 3 വെർട്ടീസസ് എ, ബി ആൻഡ് ജി. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത 3 വെർട്ടെക്സും കൺസിഡർ ചെയ്യുക. എ,
നമ്മളിവിടെ ബിയും കൂടെ സെലക്ട് ചെയ്തല്ലോ. അപ്പോൾ നമുക്കിവിടെ ബിയുടെ റോയും കൂടെ ഇനി കൺസിഡർ ചെയ്യണം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മ്യൂച്വലി ഈ 3 റോസും കൺസിഡർ ചെയ്തിട്ട് അതിലെ മിനിമം എടുക്കുക. ഫസ്റ്റ് റോയിൽ 4 ആണ്, സെക്കൻഡ് റോയിൽ 4 ആണ്, ബട്ട് ജിയുടെ റോയിൽ മിനിമം വാല്യൂ 2 ആണ്. 2 എന്ന് പറയുന്നത് ഇവിടെ 3 2 കാണാം. എമംഗ് ദ 3 2s you can choose randomly any of them. So let us choose this one. Okay, ഇത് ഓൾറെഡി ചൂസ് ചെയ്യാണ് ഞാൻ, ബിക്കോസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് ജിയിൽ നിന്നും ഡിയിലേക്കുള്ള മിനിമം വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്കിവിടെ ജിയിൽ നിന്നും ഡിയിലേക്ക് ഒരു എഡ്ജ് ഡ്രോ ചെയ്തു. ഓക്കെ, ഇനി ജിയിൽ നിന്നും ഡിയിലേക്കുള്ള ചൂസ് ചെയ്തതുകൊണ്ട് ഡി ജി എന്ന് പറയുന്ന എൻട്രിയും കൂടെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. സോ ദാറ്റ് വി വിൽ നോട്ട് ഫർദർ ചൂസ് ദിസ്. നൗ ഇനി നമുക്ക് വേണ്ടത് എത്ര റോസായി? എ ബി ഡി അഗെയിൻ. നൗ വി ഹാവ് ഡിയും കൂടെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് 4 റോസ് 4 വെർട്ടെക്സ് ചൂസ് ചെയ്തു. ആ 4 വെർട്ടെക്സിൻ്റെയും റോ ഒരുമിച്ച് കൺസിഡർ ചെയ്യുക. സോ കൺസിഡർ ഓൾ ദ 4 റോസ്. എമംഗ് ദം വാട്ട് ഇസ് ദ മിനിമം വാല്യൂ? എയിലെയും ബിയിലെയും ഡിയിലെയും ജിയിലെയും. ഇനി ജിയിൽ വീണ്ടും മിനിമം വാല്യൂ 2 ഉണ്ട്, അതാണ് ദ ഹോൾ മിനിമം ആയിട്ട് വരിക. സോ ദാറ്റ് ഹിസ് കറസ്പോണ്ടിങ് ടു ദ വെർട്ടെക്സ് ഇ. ജിയിൽ നിന്നും ഇയിലേക്കാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സോ വിൽ ഡ്രോ ജി ടു ഇ ഓഫ് വെയ്റ്റ് 2. ഇനി നമ്മൾ ജി ടു ഇ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇ ടു ജിയും കൂടെ ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ നമ്മൾ ഇയും കൂടെ സെലക്ട് ചെയ്തതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇ എന്ന് പറയുന്ന റോയും കൂടെ കൺസിഡർ ചെയ്യുക. അതായത് നമുക്കിപ്പോൾ 1 2 3 4 5 ഓൾറെഡി വി ഹാവ് ഒബ്റ്റെയിൻഡ് 1 2 3 4 5. ഓരോ സ്റ്റെപ്പിലും പുതിയ വെർട്ടെക്സസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നമുക്ക് പുതിയതായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി റൗണ്ട് ചെയ്ത വാല്യൂസ് നമ്മൾ പിന്നീട് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എ ബി ഡി ജി ഇ ഈ 5 റോയിലെയും മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കുക. ഓക്കെ, എ ബി ജി ഡി ഇ. ജിയിലാണ് വീണ്ടും മിനിമം വാല്യൂ കിടക്കുക, അത് എച്ച് എന്ന് പറയുന്ന പുതിയ വെർട്ടെക്സിലേക്കാണ് അല്ലേ. അപ്പോൾ ജിയിൽ നിന്നും എച്ചിലേക്കാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോവുക. ദാറ്റ്സ് ഓഫ് വെയ്റ്റ് 2. സോ എച്ചിൽ നിന്നും ജിയിലേക്കുള്ള എച്ച് ടു ജിയിലേക്കുള്ള ജിയിൽ നിന്നും എച്ചിലേക്കുള്ള എൻട്രി നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെ എച്ചിൽ നിന്നും ജിയിലേക്കുള്ള ഈ എൻട്രിയും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത് വീണ്ടും പ്രൊസീഡ് ചെയ്യേണ്ടത് എ ബി സി. നമ്മളിപ്പോൾ എ ബി ഡി ഇ ജി എച്ച്, ജി എച്ചിൻ്റെയും കൂടെ റോ ആണ് ഇനി നോക്കുന്നത്. ഇവിടെ നമുക്ക് വേറെ ഒരു ട്രിക്കും കൂടെ യൂസ് ചെയ്യാം. കാരണം നമുക്കിനി വേണ്ടത് സിനെയും എഫിനെയും കൂടെ കണക്ട് ചെയ്താൽ മതി അല്ലേ. അതാണ് നമ്മൾ ആദ്യം തന്നെ ഞാൻ വെർട്ടെക്സ് വരച്ച് വയ്ക്കാൻ പറഞ്ഞത്. സിനും എഫിനും മാത്രം നമുക്ക് മതി. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിനി ചൂസ് ചെയ്യേണ്ടത് ഒന്നുകിൽ സി ആയിരിക്കും അല്ലെങ്കിൽ എഫ് ആയിരിക്കും. അപ്പോൾ ഈ 2 4 5 6 റോസ് നോക്കുന്നതിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഈ 6 റോകളിലും സിയുമായിട്ട് കണക്ട് ചെയ്യുന്ന എഡ്ജിൻ്റെയും എഫുമായിട്ട് കണക്ട് ചെയ്യുന്ന എഡ്ജിൻ്റെയും മിനിമം വാല്യൂ. അതായത് ഫസ്റ്റ് റോയിൽ സിയിലേക്കുള്ളത് ഇൻഫിനിറ്റി, സെക്കൻഡ് റോയിൽ 5, ഡിയുടെ റോയിൽ ഇൻഫിനിറ്റി, ഇയുടെ റോയിൽ ഇൻഫിനിറ്റി, ജിയുടെ റോയിൽ ഇൻഫിനിറ്റി, എച്ചിൻ്റെ റോയിൽ 6. അതായത് സിയുടെ ഒരു മിനിമം വാല്യൂ വരുന്നത് ഈ 4 ആണ്. ഓക്കെ, ഇനി അതേപോലെ എഫിലേക്കാണെന്ന് നോക്കിയാലും എയിൽ നിന്നും എഫിലേക്ക് ഇൻഫിനിറ്റി, ഇനി ബിയിൽ നിന്നും എഫിലേക്ക് ഇൻഫിനിറ്റി, ഡിയിൽ നിന്നും എഫിലേക്ക് ഇൻഫിനിറ്റി, ഇയിൽ നിന്നും എഫിലേക്ക് 7, ദെൻ ജിയിൽ നിന്നും എഫിലേക്ക് ഇൻഫിനിറ്റി. അതായത് സിയുടെ റോയിൽ കോളത്തിൽ ഈ 6 റോയിൽ ഈ 6 റോസിൽ സിയുടെ കോളത്തിലെ മിനിമം വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ ഈ സിയുടെ കോളത്തിൽ മുഴുവൻ മിനിമം വാല്യൂ വരുന്നത് നമ്മൾ നോക്കിയാൽ മതി. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തതാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിലെ മിനിമം വാല്യൂ നമുക്ക് നോക്കാൻ പാടില്ല. ഈ 4 നമുക്ക് എടുക്കാൻ പാടില്ല, കാരണം എഫിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന, ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന റോസിൽ സിയുടെ കോളത്തിൽ വരുന്ന മിനിമം വാല്യൂ ഏതാണ്? 5 ആണല്ലോ. അല്ലെങ്കിൽ എഫിൻ്റെ റോയിൽ വരുന്ന മിനിമം വാല്യൂ 7 ആണ്. അപ്പോൾ അതിലും ചെറുത് സിയുടെ കോളത്തിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നോക്കിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ 6 റോയിലെയും ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇഫ് യു ഫീൽ ദാറ്റ് വിൽ ബി ഈസിയർ യു ക്യാൻ ഗോ ലൈക്ക് ദിസ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് D4 എന്ന് പറഞ്ഞ വാല്യൂ വന്നെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഡി നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തതാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പിലും പുതിയതായിട്ട് സെലക്ട് ചെയ്യുന്ന വെർട്ടെക്സ് ഇനി സെലക്ട് ചെയ്യാനുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്കിനി സെലക്ട് ചെയ്യാനുള്ള വെർട്ടീസസും കൂടെ കൺസിഡർ ചെയ്ത് വാല്യൂ ചൂസ് ചെയ്യാനായിരിക്കും എളുപ്പം. മൊത്തത്തിലുള്ള മിനിമം വാല്യൂ നോക്കുന്നതിൻ്റെ ഒപ്പം സിയിലേക്കും എഫിലേക്കുമുള്ള മിനിമം വാല്യൂ ഏറ്റവും മിനിമം ഏതാണെന്ന് നോക്കുന്നതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് ബിയിൽ നിന്നും സിയിലേക്കുള്ള എഡ്ജാണ് 5
വെയിറ്റ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ ഈ 6 റോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത 2, 4, 6 വെർട്ടീസസിൻ്റെയും റോസ് നോക്കുമ്പോൾ അതിലെ മിനിമം വാല്യൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിനി ചൂസ് ചെയ്യാനുള്ള വെർട്ടീസസ്, അതായത് സിയും എഫുമാണ് നമുക്കിനി ചൂസ് ചെയ്യാനുള്ളത്. അതിലേക്കുള്ള എഡ്ജസ് മാത്രമാണ് നമുക്കിനി ആവശ്യമുള്ളൂ. അല്ലാതെയുള്ള മിനിമം വാല്യൂ ചൂസ് ചെയ്ത് വരച്ചാൽ അവിടെ സർക്യൂട്ട് ഫോം ചെയ്യും. അപ്പോൾ പ്രിംസ് അൽഗോരിതത്തിൽ ഓരോ എഡ്ജും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ പുതിയൊരു വെർട്ടെക്സിലേക്കാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർക്കുക. ഓൾറെഡി ചൂസ് ചെയ്ത ഒരു വെർട്ടെക്സിലേക്ക് നമ്മൾ എഡ്ജ് ഒരിക്കലും വരയ്ക്കില്ല. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ നമുക്കിനി ഒരു എഫിനെയും കൂടെ കണക്ട് ചെയ്താൽ സ്പാനിങ് ട്രീ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ വെർട്ടീസസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന സർക്യൂട്ട്സ് ഒന്നും ഇല്ലാത്ത ട്രീ ആണ് നമ്മുടെ സ്പാനിങ് ട്രീ. സോ ഇനി നമുക്ക് എഫിലേക്കുള്ള, അപ്പം നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി സിയും സെലക്ട് ചെയ്തതുകൊണ്ട് സിയുടെ റോയും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ലാസ്റ്റ് വരുമ്പോൾ എഫിൻ്റെ കോളം നോക്കിയാലും മതി. ഈ 7 വെർട്ടെക്സിൻ്റെ റോസ് നോക്കുന്നതിന് പകരം എഫിൻ്റെ കോളം നോക്കിയാലും മതി. അതിൽ നമ്മൾ മാർക്ക് ചെയ്ത റോസിൽ മിനിമം വാല്യൂ വരുന്നത് ഇൻഫിനിറ്റി 4, പിന്നെ ഇൻഫിനിറ്റി 7, പിന്നെ ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്ത് ഏറ്റവും മിനിമം വാല്യൂ വരുന്നത് ഈ 4 ആണ്. അതായത് സിയിൽ നിന്നും എഫിലേക്കുള്ളതാണ് അല്ലേ. സിയിൽ നിന്നും എഫിലേക്ക് 4 എന്ന വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള എല്ലാ എഡ്ജസും സെലക്ട് ചെയ്തു. അതായത് പ്രിംസ് അൽഗോരിതം നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് വൺസ് വി കണക്ട് ഓൾ ദ വെർട്ടീസസ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇഫ് ദർ ആർ n വെർട്ടീസസ് n-1 എഡ്ജസ് ചൂസ് ചെയ്യുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ദ സ്പാനിങ് ട്രീ വിച്ച് വിൽ ബി ഓഫ് മിനിമൽ വെയിറ്റ്. അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ എല്ലാ വെർട്ടെക്സും ആദ്യം തന്നെ പ്ലേസ് ചെയ്തിട്ട് വരയ്ക്കുവാണെങ്കിൽ എല്ലാ വെർട്ടീസസും തമ്മിൽ കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ സർക്യൂട്ട്സ് ഒന്നും വരയ്ക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3, 4, 8 വെർട്ടെക്സും 7 എഡ്ജസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ സ്പാനിങ് ട്രീ. ഇനി വേണമെങ്കിൽ നമുക്കിതിൻ്റെ വെയ്റ്റ്സ് ആഡ് ചെയ്ത് നോക്കാം. 2 + 2 + 1 + 2 + 2 + 5 + 4 18. So this spanning tree is of a weight 80, which is the മിനിമം സ്പാനിങ് ട്രീ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സർക്യൂട്ട്സ് ഫോം ചെയ്യാതെ എല്ലാ വെർട്ടീസസിനെയും കണക്ട് ചെയ്യുന്ന മിനിമൽ ട്രീ ആണ് ദ മിനിമം വെയ്റ്റഡ് സ്പാനിങ് ട്രീ. താങ്ക് യു.